ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കിട്ടിയ മീൻ നാടൻ കുഞ്ഞുമത്തിയാന്നേ. നല്ല നാടൻ കുഞ്ഞുമത്തിയും കിട്ടിയിട്ടുണ്ട്, പിന്നെ നാടൻ ചീരയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത് രണ്ടുമാണ് ഇന്നത്തെ സ്പെഷ്യല്. അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മളെ കുട്ടിക്കാലത്ത് അമ്മ ഉണ്ടാക്കുന്ന കറിയാന്നേ. പണ്ടെല്ലാവരും ഇങ്ങനത്തെ കുഞ്ഞുമത്തിയും നാടൻ ചീര നമ്മളെ പറമ്പിൽ തന്നെ പറിച്ചിട്ട് ഉണ്ടാക്കുന്നതല്ലേ പണ്ടെല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ സ്കൂളിലത്തെ ആ ഒരു ഇത് രണ്ടും കണ്ടപ്പോൾ അല്ല എനിക്ക് ആ സ്കൂളിലത്തെ ഒരു കുട്ടിക്കാലം ഓർമ്മ വന്നു. സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ ഇങ്ങനെ കൊണ്ടുതരുന്നത്. അപ്പം മീനെല്ലാം നല്ല അടിപൊളിയായിട്ട് സുന്ദര കുട്ടപ്പൻ കുഞ്ഞുമത്തീനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. 2 പച്ചമുളകും ഉണ്ട് കേട്ടോ. അപ്പോൾ പുളി കുറച്ച് പിഴിഞ്ഞിട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് പൊതിരാൻ വെച്ചിന്. അതും കൂടി അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി 2 സ്പൂണ് അതിൽ കൂട്ടിന് കുറച്ചിങ്ങനെ എരിവായി കൂട്ടിന് അരിച്ചിട്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ടാണ് ഞാൻ തേങ്ങയും കൂടെ അരച്ച് ചേർത്തിട്ട് ഒരുമിച്ച് ഇട്ടിട്ടാണ് വേവിക്കുന്നത്. എന്താ വെച്ചാൽ കുഞ്ഞുമത്തിക്ക് വേഗം വേവില്ല. അപ്പോൾ തേങ്ങയും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിക്കും. അതിന് ശേഷമാണ് തീ ഓൺ ചെയ്താൽ മതി. പിന്നെ ഇത് എൻ്റെ അച്ഛന് ഒരു 11-11:30 ആകുമ്പോഴേ ഒരു എന്തെങ്കിലും കൊടുക്കും. രാവിലെ ചായ കുടിക്കുന്നതല്ലേ, അപ്പോൾ ഓട്സ് അങ്ങനെ എന്നായിട്ടും കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് പുഴുങ്ങിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് കേട്ടോ. പിന്നെ ഇതാ എൻ്റെ തേങ്ങയെല്ലാം അരച്ചെടുത്ത് തേങ്ങയും വെളുത്തുള്ളി അരച്ചെടുത്തത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് തീ ഓൺ ചെയ്ത് കൊടുത്തു. ആ മിക്സിയിലെ ജാറും കൂടി ഒന്ന് കഴുകിയെടുത്ത് അതും കൂടി ഒഴിച്ച് കൊടുക്കുക. എല്ലാം ഒന്ന് ഇളക്കി വെച്ചിട്ട് നമുക്കിനി നല്ല പോലെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. വേഗാവുന്നതല്ലേ മത്തി, അപ്പോൾ നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അടച്ചു കൊടുക്കുക. അടക്കുമ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ, തിളച്ച് മറിയില്ലേ തേങ്ങ അരച്ചുകൊണ്ട് വേഗം. അപ്പോൾ ഇതെൻ്റെ പഴൂടെ റെഡി ആയിട്ട് പെട്ടെന്ന് ഒരൊറ്റ ഇങ്ങനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശമുണ്ടായിന്. പച്ചപ്പഴം ഇങ്ങനെ തിന്നുമ്പോൾ വയറ്റിൽ അസ്വസ്ഥതയാവുന്നുണ്ട്. ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോയിലിട്ട് ആ സാധനം തന്നെ കേട്ടോ. എന്താ ബാബറ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അത്. ഇതാ ഉപ്പിലിട്ട് വെച്ചത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉപ്പും ഒരു ഇളമതിരും പുളിയെല്ലാം അതിൻ്റെ ടേസ്റ്റ് പോലത്. പിന്നെ മുളക് ഇട്ടുകൊണ്ടില്ലേ നല്ല എരിവുണ്ട്, നല്ല രുചിയുണ്ട്. ഇതെടുക്ക് തിന്നാൻ വേണ്ടിയിട്ട്. നമ്മളെ ലൂബിക്ക, ചാമ്പക്ക ഇതെല്ലാം ഇല്ലേ അതുപോലത്തെ വേറൊരു ടേസ്റ്റാണ് ഇതിന്. നെല്ലിക്കയെല്ലാം പോലെ അങ്ങനെ ഉണ്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ഇടയ്ക്ക് എടുത്ത് തിന്നേ. അതിനാണ് അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെച്ചിന്. അതിൻ്റെ ഉള്ളിലൊരു കുരുണ്ട് കേട്ടോ, അതാണ് തുപ്പിക്കളയുന്നത്. നല്ല എരിവെല്ലായിട്ടില്ല. അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചോറിൽ വേണമെങ്കിൽ ഒഴിച്ചിട്ട് ചോറ് തിന്നാൽ നല്ല ചൂട് ചോറ്. എരിവും ഉപ്പെല്ലാം ഇല്ലോണ്ട് ചെറുക്കി ഒഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മീൻ കറി ഉണ്ട് തള വരുന്ന്. അന്നേരം ഞാൻ അടുപ്പെടുത്ത് മാറ്റി കേട്ടോ, അല്ലെങ്കിൽ എല്ലാം പുറത്തേക്ക് ഇങ്ങനെ ചാടൂലേ. പണ്ട് ഞാനിങ്ങനെ കാണലുണ്ട് അമ്മേരുടെ അടുത്തുനിന്ന് മീൻ കറി ആക്കുമ്പോൾ അമ്മക്കിങ്ങനെ അടുപ്പെടുക്കാൻ മറന്നുപോയാൽ ഇങ്ങനെ തിളച്ച് മറിയുന്നത്. അതുകൊണ്ട് എനിക്കത് കാണുമ്പോൾ ഇല്ലേ പേടിയാന്നിട്ട് എന്ന് വെച്ചാൽ ഞാനില്ലേ അത് ഗ്യാസെല്ലാം വൃത്തിയാക്കാൻ ഒരു മടി. പിന്നെ ഇതിൻ്റെ മീനിൻ്റെ ടേസ്റ്റും പോകും, അരവെല്ലാം പോയി കഴിഞ്ഞാൽ മറിഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ അടുപ്പ് നോക്കിയിട്ട് ആദ്യമേ എടുത്ത് മാറ്റി വെച്ചിന് കേട്ടോ. ഒന്ന് തിളക്കാൻ തുടങ്ങുമ്പം തന്നെ ഉപ്പെല്ലാം നോക്കിയിട്ട് ഉപ്പ് കുറച്ചൊരു കുറവുണ്ടായിന്. ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലെല്ലാം ചേർത്ത് കൊടുക്കണം. പിന്നെ എൻ്റെ മീൻ കറിയെല്ലാം റെഡി ആയതിന് ശേഷമില്ലേ എനിക്ക് കുറച്ച് തുണിയെല്ലാം അലക്കാനുണ്ടായിന്. എൻ്റെ മിറ്റം കണ്ട് എങ്ങനെയാന്ന് കേട്ടോ. എൻ്റെ മിറ്റൂൽ മുന്നിലെല്ലാം കുറേ കാടാണ്, എന്നാലും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കാടെല്ലാം കളഞ്ഞാൽ പിന്നെ ഇതാ തുണിയെല്ലാം അറിയിടാൻ വേണ്ടിയിട്ട് പോയതാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല പൊരിയുന്ന വെയിലും ഉണ്ട് കേട്ടോ. ഇതൊന്നല്ല ഒരുപാട് തുണിയുണ്ട്, ഞാൻ എല്ലാം എടുത്തിട്ടാട്ടോ വീഡിയോയിൽ. അപ്പോൾ എൻ്റെതും മക്കളതും വിനോദേട്ടൻ്റെ അച്ഛൻ്റെ എല്ലാം കുറേ തുണിയല്ല. അപ്പോൾ എൻ്റെ മത്തിക്കറിയുടെ സ്പെഷ്യൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ നാടൻ മത്തിക്കറി. ഇത് അടുത്തത് ചീര മുറിക്കാൻ പോയിരുന്നിട്ട്. ചീര നല്ല ചുവന്ന ചീരയാണ്. അത് കാണുമ്പം തന്നെ അറിയാം നല്ല നാടൻ ചീരയാണെന്ന്. ഓരോ ചീര വേവുകയില്ലല്ലോ, പക്ഷെ ഇത് പെട്ടെന്ന് ഒരു ഇതിനെ ആവിക്ക് തന്നെ വേവുന്ന നമുക്ക് കാണുമ്പം തന്നെ അറിയുന്നുണ്ട്. അതിൻ്റെ തണ്ടും എന്നും മുത്തതൊന്നല്ല, നല്ല ഇളയ തണ്ടാന്ന് കേട്ടോ. ചീരക്കോലില്ല അതാന്ന് കേട്ടോ. പിന്നെ ഇതിൽ എൻ്റെ അമ്മ
അച്ഛൻ ഞാനിത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞ കേട്ടാ ഇങ്ങനെ, അതാ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ചീര കൂട്ടുമ്പോൾ അച്ഛന് ഭയങ്കര എന്നെപ്പോലെ തന്നെ എൻ്റെ അമ്മേനെ പെട്ടെന്നൊരു ഓർമ്മ വന്നിട്ട്, പണ്ട് ഇങ്ങനെ അമ്മ ഈ നല്ല പുളി മീൻ കറിയും ഇങ്ങനത്തെ ചീര അതെല്ലാം പറമ്പിൽ നിന്ന് പറിച്ചിട്ട് തന്നെ അമ്മ ഇങ്ങനെ ഈ തൈര് തടം ഉണ്ടാവില്ല, അതിന് ചുറ്റും ഇങ്ങനെ നട്ടു കൊടുക്കുക. എത്രയാ ഉണ്ടാവില്ല അറിയാം എൻ്റെ അമ്മ നട്ടാൽ. അതെല്ലാം ഇങ്ങനെ പറിച്ചിട്ട് ഒരുപാട് ചീരയാക്കിയിട്ട് അച്ഛൻ മാഷാന്നേ. അപ്പോൾ മാഷന്മാർ സ്കൂളിലിടക്ക് ഇന്ന് വീട്ടിലേക്ക് അച്ഛൻ കൂട്ടിയിട്ട് വരും. അപ്പം ഇങ്ങനെ കൊടുത്തേരം അവർ പറഞ്ഞതെല്ലാം ഇങ്ങനെ പറയുന്നു. അച്ഛന് ഓർമ്മ വന്നിട്ട് പാവച്ചന് ഒരു സങ്കടം വന്നിട്ട് പെട്ടെന്നൊരു പഴയ ഓർമ്മയിലേക്ക് പോയതാണ്. അങ്ങനെ ചീരി അമ്മേര ഇങ്ങനത്തെ രണ്ട് കറിയും കാണുമ്പോട്ട. അപ്പോൾ എന്താ ഇതിൽ നമ്മൾ കടു വറക്കൂല ചീരയിൽ, കുറേ വെളുത്തുള്ളിയും കുറേ ചുവന്നമുളകും, ഞാനിതിൽ 2-3 ചുവന്നുള്ളിയല്ലേ കുഞ്ഞുള്ളി അതും കൂടി ഇട്ടിന് കേട്ടോ. എല്ലാം കൂടി നല്ലപോലെ ഇങ്ങനെ വറവാക്കിയിട്ട് അതിലേക്ക് ചീരേനെ ഇടലാന്നേ. പിന്നെ മുളക് പൊടി അങ്ങനെ ഒന്നും ഇടൂല, കാന്താരി ഇടൂല, ഒരു ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഈ ഇലയിലിടുമ്പോൾ എനിക്കൊരു പേടിയാണ്. മഞ്ഞൾ തന്നെ ചോദിക്കൂല അപ്പോൾ ചീരയുടെ ടേസ്റ്റ് പോയിട്ട്. അപ്പോൾ ഒരു വിഷാംശം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറുങ്ങനെ ഒന്ന് പാറ്റി കൊടുത്തു, മഞ്ഞൾപ്പൊടി അടച്ചു വെച്ച് കൊടുത്തു. ഒന്ന് ആവി കയറുമ്പോൾ ഞാൻ പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തത് കേട്ടോ. അന്നേരം ഇലയെല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടുമല്ലോ. അപ്പോൾ അച്ഛനെന്നോ പിറകെന്ന് ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് നല്ല വൃത്തിക്ക് ഇളക്കി കൊടുത്ത് പിന്നെയും അടച്ച് വെക്കണം ആവിയിൽ. ഒട്ടും വെള്ളം ഒഴിക്കാണ്ട്, വെള്ളം എന്നാൽ തന്നെ ഇങ്ങനെ നമുക്ക് കഴുകിയിട്ട് ആദ്യം എടുത്ത് വെക്കുന്നില്ല, എന്നാൽ തന്നെ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം കുറച്ചിങ്ങനെ ആവുന്നുണ്ട്, ആവി വെള്ളമെല്ലാം വീണതിൻ്റെ. പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെ ഇതെല്ലാം അരിയിട്ടതിന് ശേഷം കേട്ടോ ഞാൻ ഈ പണിയെല്ലാം മീൻ മുറിക്കലും ചീര മുറിക്കലും നല്ല കുറുവ അരിയാന്നേ. അപ്പോൾ അത് വെന്ത് അത് വാർക്കുകയും ചെയ്തു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇതാ നമ്മൾ അടുപ്പിലിട്ടാൽ പിന്നെ നമുക്കൊന്ന് കറി ഇപ്പുറത്തുനിന്ന് ആക്കാമല്ലോ. കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ചൊന്ന് വെന്തതിന് ശേഷം. എന്നിട്ട് പിന്നെ നല്ലപോലെ അടിക്ക് പിടിക്കാതിരിക്കാൻ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. മക്കൾക്ക് രാവിലെ പത്തിരിയും പിന്നെ തക്കാളി കറിയാക്കിയിട്ട് സ്കൂളിലേക്ക് കൊടുത്തു, നമ്മളെല്ലാവരും കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചീരയുടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ. നാളെ നല്ല വിശേഷമായിട്ട് കാണാം. ബൈ.